ഞാൻ പോക്സോ സംബന്ധമായുള്ള ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ അത്തരത്തിലുള്ള ഒരു മാനസിക വൈകല്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പം അത്തരത്തിൽ മാനസിക വൈകല്യമുള്ള ഒരാളത്തിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നി. കുട്ടിക്കുണ്ടായ ഒരു ട്രോമയിൽ നിന്ന് കുട്ടിയെ ഈ പറഞ്ഞ മല്ലു ചെടി എന്ന് പറയുന്ന ആള് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്ത് ഐ വിൽ കം ദെയർ സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറക്കുന്ന ഒരു ഇമോജി ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ആ കണ്ണിറക്കുന്ന ഇമോജി കൊണ്ട് അണ്ണൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത് അണ്ണൻ വെളിപ്പെടുത്തണം. മുകേഷ് നായർ എന്നുള്ള വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാണ്. ഈ റിസോർട്ടില് ലോബിയിൽ ഈ അമ്മ ഇരുത്തിയാണ്. പെൺകുട്ടിയും കൊണ്ട് ഷൂട്ടിന് പോണത് റൂമിലാണ്. ആദ്യം പൂൾ സൈഡിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു, പിന്നീട് രാത്രി റൂമിൽ കൊണ്ടുപോയി. ആ ഒരു സാഹചര്യത്തിൽ ആ അമ്മ അറിയുന്നില്ല മുകളിൽ നടന്ന മകൾക്കുണ്ടായ മോശം അനുഭവം എന്താണെന്നുള്ളത് അമ്മ അറിയുന്നില്ല. ആ പെൺകുട്ടിക്കുണ്ടായ മോശം അനുഭവത്തിൽ പെൺകുട്ടി വളരെയധികം മെന്റലി ഓക്കെ അല്ല. ഈ അകത്ത് നടന്ന ഈ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം വരട്ടെ. 15 വയസ്സുള്ള ഒരു കുട്ടി ഈ സിഗരറ്റ്സും സിഗാറും അണ്ടർവെയറിന്റെ പരസ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആലോചിക്കണം, ഈ പറയുന്ന സാധനത്തിനകത്ത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ നിർബന്ധിച്ച് ചേട്ടാ 18 വയസ്സിന്റെ ആളുള്ള കുട്ടിയാണ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് റീൽസ് ചിത്രീകരണത്തിനകത്ത് അർദ്ധനഗ്ന വേഷം ധരിപ്പിക്കുക എന്നൊക്കെ പറയണത്. ഹായ് ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ്. ഇപ്പോൾ കലങ്ങി മറിയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളുടെയും ഒരു കാലം കൂടിയാണ്. ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂസിനെതിരെ തൻ്റേതായ അഭിപ്രായങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി തൻ്റേതായ രീതിയിൽ തുറന്നു പറയുന്ന ട്രിവാൻഡ്രത്തിൻ്റെ ആദ്യത്തെ ഫുഡ് വ്ളോഗർ ട്രിവിയൻ. വെൽക്കം. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് വളരെ എല്ലാ മേഖലയിൽ നിന്നും ഇഷ്യൂ വരുന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പം നമുക്ക് സിനിമാ മേഖലയിൽ എടുത്താലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലയിൽ എടുത്താലും നമ്മുടെ ബോർഡറിലേക്ക് പോയാലും എല്ലായിടത്തും ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂസ് തന്നെ തുടങ്ങാം, ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു കൊറോണയ്ക്ക് ശേഷം വളരെ സജീവമായിരുന്നു നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മേഖല. അപ്പം അതിൽ പൊടുന്നനെ തന്നെ പൊങ്ങി വന്ന ആൾക്കാരിൽ ഒരാളാണ് കാർത്തിക് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ മല്ലു ജെഡി എന്നൊക്കെ വിളിക്കുന്നത് ഒരു വിവാദമുണ്ട്. എന്താ വിവാദത്തിനെ കുറിച്ച്? വിവാദത്തിന് മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ പണ്ടൊക്കെ നോക്കുമ്പോൾ ഈ TV ചാനലുകളിൽ നമ്മൾ പൊളിറ്റീഷ്യൻസിൻ്റെ സിനിമാക്കാരുടെ മാത്രം ഇഷ്യൂസാണ് നമ്മൾ അറിയുന്നത്. കാരണം മിനി സ്ക്രീനുകളിൽ നമ്മൾ നോക്കുമ്പോൾ അതായത് ഒരു സെറ്റ് ഓഫ് അതായത് ഒരു 30% ആൾക്കാർ മാത്രമാണ് അന്ന് സെലിബ്രിറ്റി ലൈനിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈനിൽ നിന്നുകൊണ്ട് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരുന്നത്. അവർ ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും കോൾ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് മിനി സ്ക്രീനുകളായിരുന്നു, ടെലിവിഷനുകളായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം നടന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് 30% എന്നുള്ളത് എണ്ണത്തിലധികമായി ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, അവർ റീച്ച് ആവണം. അങ്ങനെ റീച്ച് ആവുന്ന സമയത്ത് അവരിലുള്ള പലരുടെയും കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവണം. പല വാർത്താ മാധ്യമ ചാനലുകളും 1000 ഫോളോവേഴ്സുള്ള ആൾക്കാർ പോലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ലേബലിലാണ് കോൾ ഔട്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം സാമ്പത്തിക തട്ടിപ്പ്, വിസ തട്ടിപ്പ്, ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും നിസ്സാരം ഒരു 1000 ഫോളോവർ ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായി മാറാണ്. അതാണ് കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ തുറന്നു പറയാണ്, ഞാനൊരു നല്ല മനുഷ്യനോ അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളോ ഒന്നുമല്ല. ഞാൻ എല്ലാം തികഞ്ഞ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുക ബാഡ് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. മദ്യപിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂവിൽ ഞാൻ ഇടപെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോക്സോ സംബന്ധമായുള്ള ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ അത്തരത്തിലുള്ള ഒരു മാനസിക വൈകല്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പം അത്തരത്തിൽ മാനസിക വൈകല്യമുള്ള ഒരാളിനെ കോൾ ഔട്ട് ചെയ്യുന്നത് ഒരു സൂപ്പർ ഹീറോ പരിപാടിയൊന്നുമല്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് യോജിക്കാൻ പറ്റാത്ത, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നി ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ മാത്രം. ഇത്തരത്തിലാണ് ആ ഇഷ്യൂവിലേക്ക് ഇടപെടുന്നത്. എല്ലാ വിഷയത്തിലും ഈ ഒരു ആങ്കർ കാർത്തികിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരു 3-4 ഇഷ്യൂസ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ, കാർത്തികിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും അത് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഒരു പെൺകുട്ടിയുടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ മുഴുവൻ ആൾക്കാരും ഒരു പെൺകുട്ടിയെ കോൺട്ര ചെയ്യുന്ന വിഷയത്തിലും കാർത്തിക് ഇതേ നിലപാടാണ്. അതെ, ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ചാക്യാർ കൂത്ത്, മറ്റേ ഓട്ടം തുള്ളൽ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ കഥകളി, ലൈക്ക് വാട്ട് എവർ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ആർട്സും ശരിക്കും എന്താ പറയുക വിമർശനങ്ങളും അതുപോലെ തന്നെ വിദൂഷണങ്ങളിലേക്ക് എന്താ പറയുക വിമർശനങ്ങളെ കലയിലൂടെ അറിയിച്ചുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പണ്ട് രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകുറ്റങ്ങളെ മറ്റും എന്താ പറയുക കലകളിലൂടെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ആ സമയത്ത് അതിനെ നെഞ്ചോട് ചേർത്ത് അംഗീകരിക്കുകയും അത്തരത്തിൽ കോൾ ഔട്ട് ചെയ്യുന്ന ചില സംഭവങ്ങൾക്കെതിരായിട്ട് മീൻസ് അതിൽ പ്രോപ്പറായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന കല ശരിക്കും അങ്ങനെയായിരുന്നല്ലോ. സോഷ്യലി കാണുന്ന കാര്യങ്ങളെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വേദികളിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആൾക്കാരുടെ ഇടയിൽ പറയും. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കോൾ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് കലയിലൂടെയാണ്, ആർട്സിലൂടെയാണ്.
ഇന്ന് ചാക്യാർ കുത്തല്ല. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. ഇന്ന് എത്ര പേര് പത്രം വായിക്കുന്നു എന്നുള്ളതോ, ഇന്ന് എത്ര പേര് മിനി സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വാർത്ത കാണണമെന്ന് അറിയത്തില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് യന്ത്രം എന്ന് പറയുന്നത് ഫോൺ തന്നെയാണ്. ആ ഫോൺ എപ്പോഴും അവരിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പല കാര്യങ്ങളും പല ഡാറ്റാസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിസ്റ്റം മാറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അന്ന് ആ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആൾക്കാരുടെ ഇഷ്യൂ, ഈ പറയുന്ന ഉപ്പിലിട്ട എന്ന് പറയുന്ന ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ട സംഭവം വന്നപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് സിറ്റിയിൽ ഒരു റെസിഡന്റ് ഏരിയയിൽ താമസിക്കുന്ന പ്രായമുള്ള ആൾക്കാർ മൂരാച്ചിത്തരം കാണിക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നി. കാരണം ഒരു സ്ത്രീ ശാക്തീകരണം, ഒരു സംരംഭമായിട്ട് വരുന്നു, ആ ഒരു സംരംഭത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ നിയമ ലംഘനമാണ്. കാരണം അവർക്ക് ഉപ്പിലിട്ട സാധനങ്ങൾ വിറ്റ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെ അവരെ ജീവിക്കാൻ വിടാതെ നാളെ അവർ വല്ലതും സൂയിസൈഡ് ചെയ്യോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ ഒരു RIP-യിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക, അയ്യോ പാവം പെണ്ണ് ചത്തുപോയി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞു പോകുന്നത് പരിധിപ്പിക്കുന്നതല്ലോ. നമ്മളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ട് ചെയ്യേണ്ട സംഭവമാണ്, മനുഷ്യനെ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ്, ക്ഷമിക്കേണ്ട ഒരു സംഭവമാണ്. ലീഗലി ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ കൺസിഡറേഷനാണ് ശരിക്കും വേണ്ടത്. ഒരു കരുതലാണ് വേണ്ടത്. നമ്മളെ കൂടെയുള്ള മനുഷ്യരോടുള്ള ഒരു കരുതലാണ് വേണ്ടത്. ആ കരുതൽ ഇല്ലാതെ പോകുന്നിടത്ത് എന്ത് സൊസൈറ്റി, എന്ത് ഹ്യൂമാനിറ്റി, ഐസൊലേറ്റ് ചെയ്യപ്പെടും, കോർണർ ചെയ്യപ്പെടും. അതെ. അപ്പം ഈ ഒരു വിഷയത്തിലോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ അതിലൊരു കാർത്തിക് നേരെയുള്ള പ്രധാന ആരോപണം, അതായത് ഈ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം മല്ലുജേഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് കാർത്തിക് സ്ഥിരമായിട്ട് പുള്ളിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അത്തരത്തിലുണ്ടായിട്ടുണ്ടോ? നേരത്തെ മുന്നേയും ഇതുമാതിരി ആണ് ശ്രമിച്ചത്? ആളിനെ ഒരു കോമാളിയെ ടാർഗറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലുള്ള ഗുണങ്ങളും കിട്ടാൻ പാടില്ല. അതായത് ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം, അല്ലേ? തന്നെയല്ലേ? അയാളുടെ ഭാഗത്ത് എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ റൈവലറി എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്ത് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരു പോക്സോ കേസ് വരുന്ന സമയത്ത് അതിനെ ജയിക്കാനായിട്ട് ഞാൻ അയാളെ വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, പുള്ളിയുടെ ഒരു പ്രധാന പ്രതിഷേധം എന്ന് പറയുന്നത് ഇതിനു മുന്നേയും പുള്ളിയുടെ കൂടെയുള്ള പ്രാർത്ഥന എന്ന പെൺകുട്ടിക്ക് നേരെയും ഇതേപോലെ എന്തോ തരത്തിലുള്ള ആക്രമണം, വെർബലി അബ്യൂസ് നടത്തി എന്ന്, അത് അവരുടെ പേരിൽ അവര് പോലീസ് കംപ്ലൈന്റ് ഒക്കെ ചെയ്തൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ഞാൻ പ്രതികരിച്ചതിൽ. ഞാൻ ആ വീഡിയോ തുടങ്ങുന്ന പോലും ഇനിയും കള്ളക്കേസുകളുടെയും ഗുണ്ടകളുടെ ആക്രമണങ്ങൾ തുടരും എന്നെനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ്. എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു പെണ്ണ് കേസ് കള്ളക്കേസായിട്ട് കൊടുപ്പിച്ച ആളാണ് മുകേഷൻ നായർ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന കൃഷ്ണൻ എനിക്ക് ഒരു തരത്തിലും പരിചയമില്ല. ഞാൻ ആ കുട്ടിയായിട്ട് എന്താ പറയുക, എനിക്ക് എവിടെയും തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ കുട്ടിയായിട്ട് ഞാൻ ഒരു തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ബന്ധപ്പെടുകയോ ഫോൺ കോളുകളിലൂടെ നേരിട്ട് അവരെ ശല്യം ചെയ്യുക, അങ്ങനെ ഒരു തരത്തിൽ അവരും ഞാനും തമ്മിൽ വെച്ചാൽ എത്രയോ ദൂരങ്ങൾക്കപ്പുറം നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മാത്രമേ അവർ സ്ക്രീനിലൂടെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കറിയത്തില്ല. അതിൽ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന കൃഷ്ണ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ തന്നെ എൻ്റെ നമ്പറിൽ എന്നെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിക്കുണ്ടായ ഒരു ട്രോമയിൽ നിന്ന് കുട്ടിയെ ഈ പറഞ്ഞ മല്ലുജേഡി എന്ന് പറയുന്ന ആള് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്ത് അവളെ വശീകരിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കേസ് കൊടുപ്പിച്ചെന്നുള്ളത് പറഞ്ഞ് എൻ്റെ ഓഡിയൻസിൽ കിട്ടിയിട്ടുണ്ട്. ഈ കേസ് കൊടുപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ്. ഓക്കെ, കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന സമയത്ത് എനിക്കറിയാത്ത ഒരാൾ എനിക്കെതിരെ കൊടുത്തേക്കുന്ന പരാതി പോലും വ്യാജമുള്ള പരാതിയാണ്. ഞാൻ അവിടുത്തെ SI സാറിനോട് പറഞ്ഞത് കേസ് എടുക്കാനാണ്, കള്ളക്കേസാണെന്നല്ല ഞാൻ പറഞ്ഞത്. സാർ ഇത് കേസ് എടുക്ക്, കോടതി എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കാനുള്ള ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടും എൻ്റെ സുഹൃത്തുക്കൾ കുറച്ചൊരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ലോയേഴ്സായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു കേസ് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ ആ കേസിനെ ഫേസ് ചെയ്ത ഒരാളാണ്. എനിക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 2 പേരുടെ സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഞാൻ ആ കേസിൽ നിന്ന് മാറിയത്, അതും ഇല്ലാത്തൊരു പെണ്ണ് കേസ് വെച്ചിട്ട്. ഇനി ഞാൻ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞുതരാം. എനിക്കെതിരെ ഒരു പെണ്ണ് കേസ് കള്ളമായിട്ട് ആരോപിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും പ്രതികാരം എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയാനില്ല. അതിനൊരു ജെന്യൂൻ റീസൺ ഉണ്ട്. എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസിന് ഞാൻ ഓങ്ങിയിട്ടിരുന്നു, അല്ലെങ്കിൽ ഉറ്റു നോക്കിയിരുന്നു, അല്ലെങ്കിൽ പിറകെ നടന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് ഒറ്റ കാര്യത്തിനാണ്. എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ സത്യസന്ധമായ ഒരു കേസ് വരുന്ന കാലഘട്ടത്തെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അയാൾ പോലും അറിയാതെ അയാൾ ചെയ്ത തെറ്റിനെ കോൾ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇത് പ്യുവർ പ്രതികാരം തന്നെയാണ്. പക്ഷേ ഞാൻ പ്രതികാരം ചെയ്യാനായിട്ട് എടുത്ത വഴിയിൽ കള്ളത്തരമില്ല. അയാൾ പോലും ചിന്തിക്കാത്തൊരു കാര്യത്തെ, അല്ലെങ്കിൽ പോക്സോ നിയമപരമായിട്ട് അയാൾക്ക് പോലും അയാളൊരു നിയമ വിദ്യാർത്ഥിയാണ്, അയാൾക്ക് പോക്സോ എന്ന് നേരെ പറയാൻ കൂടി അറിയത്തില്ല. പോസ്കോ എന്നാണ് അയാൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള. ആ മനുഷ്യൻ എന്താ പറയുക, ആ മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു നിയമവശത്തെ കോൾ ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ അയാൾക്കെതിരെ പരാതിയുമായിട്ട് DGPക്ക് മെയിൽ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ഈ പ്രസ്തുത പെൺകുട്ടി, വിക്ടിമായ പെൺകുട്ടി എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ചേട്ടാ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ചേട്ടാ എന്നെ ഹെൽപ്പ് ചെയ്യണം,
ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ചീത്തപ്പേരും മെന്റലി ഒരുപാട് ട്രോമയുണ്ട്. എൻ്റെ കൂട്ടുകാരികളും മറ്റാൾക്കാരെല്ലാം എന്നെ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനെതിരെ എങ്ങനെ നിയമപരമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിക്ക് ഒരു ലീഗൽ സപ്പോർട്ടും ഒരു ഗൈഡൻസും ആവശ്യമുണ്ട്. ഒരു കുഞ്ഞു കുട്ടി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറിക്കാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ പോക്സോ നിയമപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളും പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിയാവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ഈ കേസുമായിട്ട് ഞാൻ സൈബർ സെല്ല് റൂറൽ ഓഫീസിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു റൈറ്റർ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുട്ടി നിന്റെ ആരാ? നിനക്കെന്താ ഈ കേസിൽ ആവശ്യം? നീ എന്തിനീ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു? ഇത് പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 1930 എന്ന് പറയുന്ന ഒരു നമ്പർ, സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്പർ അദ്ദേഹത്തിന്റെ പിറകിലുണ്ട്. ഓക്കെ, 1930 ആണോ അതോ നേരെ തിരിച്ചാണോ പറഞ്ഞത്? പക്ഷേ there is a നമ്പർ. ഓക്കെ, ആ ഒരു നമ്പർ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് പിന്നെ എന്തിനാണ് ഈ നമ്പർ ഇവിടെ വെച്ചേക്കുന്നത് ചോദിച്ചു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ സൈബർ സെല്ലിൽ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഇത് പ്രതികാരമാണോ എന്ന് വെച്ചാൽ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. ഞാൻ കാത്തിരുന്നു അയാൾക്കെതിരെ ഒരു സത്യസന്ധമായ കേസ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസ് സെപ്റ്റംബർ 20 എന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നത്. 2024. അപ്പൊ 2024 തൊട്ട് ഇങ്ങോട്ടുള്ള ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർമ്മയാണ്, അങ്ങനെയൊന്നും പറയണ്ട. ആള് ചെയ്ത കർമ്മഫലം എന്താ പറയാ, അത് വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു അവസരമാണത്. ആ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ പറയുന്നതാണ് ഇതിന്റെ ശരിയായുള്ള കാര്യം. ഞാൻ മറ്റേ നന്മവരം കളിച്ചു സൂപ്പർ ഹീറോ ചമഞ്ഞിട്ടൊന്നും കാര്യമല്ല. പച്ചയ്ക്ക് പറയാം, എന്നെ പൂട്ടിയ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരാളിനെതിരെ ഒരു പണി ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം എല്ലാ ആൾക്കാരും. അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ചിട്ടോ തപ്പിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, അതൊരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു ഗൂഢാലോചന എന്നത് അയാൾ പറയുന്നതിലും അത് ഗൂഢാലോചന പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇതൊരു കേസ് നിലനിൽക്കുന്ന കേസ്. ഗൂഢാലോചന എന്ന് പറയുമ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. പൊതുബോധമുള്ള ഒരാൾ, അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഒരാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. വിവാദമായുള്ള റീല് 80 ലക്ഷത്തോളം ആൾക്കാർ കണ്ടുള്ള റീലിനെ പറ്റി ഞാൻ പറയുന്നത്. 80 ലക്ഷത്തോളം ആൾക്കാർ കണ്ട റീല് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി ഈ സിഗാറും അതുപോലെ ഈ സിഗരറ്റ്സും സിഗാറും അണ്ടർവെയറിന്റെ പരസ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നാലോചണം. ഈ പറയുന്ന സാധനത്തിനകത്ത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പം അത് നിയമപരമായിട്ട് പോക്സോ നിയമപരമായിട്ട് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു അഭിഭാഷകന് കഴിഞ്ഞിട്ടില്ല. പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകന് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം വാർത്തയാക്കിയിട്ടുള്ള ചില മാധ്യമ ചാനലിലുള്ള റിപ്പോർട്ടർമാർക്ക് പോലും ആ വീഡിയോയിൽ പോക്സോ കേസ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണോ സമൂഹത്തിന്റെ കുറ്റമാണോ നിങ്ങളുടെയൊക്കെ വിവരക്കേടാണോ എന്നുള്ളത് അവരെന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലേ? പോക്സോയെ കുറിച്ച് അറിയുന്ന എല്ലാവരും അത് എതിർക്കില്ല, കാരണം പോക്സോയുടെ ഒരു എലമെന്റ്സ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പോക്സോ ആക്ടിന്റെ 10, 11 ഒക്കെ സെക്ഷൻസ് പ്രകാരം 7 തൊട്ടുള്ള സെക്ഷൻസ് ഉണ്ട് ഈ ഒരു സംഭവത്തിനകത്ത്. ഈ എഫ്ഐആറിനകത്ത് 7 തൊട്ട് 16 വരെ. അതെ അതെ, ഓക്കെ. അതിനകത്തൊരു ടച്ച് നടന്നിരിക്കുന്നു എന്നുള്ളത്, പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും. കാരണം വെച്ചാൽ പെൺകുട്ടിയുടെ മൊഴി, ജഡ്ജിക്ക് കൊടുത്ത മൊഴി, രഹസ്യ മൊഴി, അതെല്ലാം ആ കുട്ടിയുടെ മാത്രം കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീഡിയോയിൽ കോൾ ഔട്ട് ചെയ്ത കാര്യം ഈ സിഗരറ്റ്സ്, സിഗാറ്, ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ബ്രാൻഡ് വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ക്രൈം തന്നെയാണ്. ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അണ്ടർവെയർസിന്റെ പരസ്യങ്ങളിൽ ഈവൻ ഒരു ലീഗൽ പേപ്പർ ഉണ്ടെങ്കിൽ പോലും ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് അറിയാതെ പോലും അത് ചെയ്തു കഴിഞ്ഞാൽ പോലും അതൊരു ഡിഫൻസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഒരു ബോഡി ആർട്ട് ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ. ചേട്ടാ, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു കുഞ്ഞു കുട്ടിയെ എടുത്ത് ലാളിക്കാൻ പോലും പറ്റൂല. അത്രയും സെൻസിറ്റീവ് ആയിട്ടാണ് ഈ നാട്ടിലെ പോക്സോ നിയമങ്ങളുള്ളതാണ്. ഓക്കെ, അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു വസ്തുത. പിന്നെ ഇതിൽ ഗൂഢാലോചന, ഫാബ്രിക്കേറ്റഡ്, ഫേക്ക് കേസ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഇതിൽ എന്ത് ഫാബ്രിക്കേഷൻ ആണ് നടത്തേണ്ടത്? ഞാൻ കോൾ ഔട്ട് ചെയ്ത ഇഷ്യൂ ആ വീഡിയോയിൽ എവിഡന്റ് ആയിട്ടുള്ള പോക്സോ കേസാണ്. 15 വയസ്സുള്ള ഒരു കുട്ടി ആ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ബോധമുള്ളവർക്കറിയാം അത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്നുള്ളത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനും ഇത് ഫേക്ക് കേസ് ആണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
മറ്റൊരു പ്രശ്നം പറയുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ കൺസെന്റ്. ഇപ്പൊ കൺസെന്റ് ഒരു വിഷയമല്ല, കാരണം 18 വയസ്സിന് താഴെയുള്ള ഒരാൾ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയും കേസിൽ പ്രതിയാവും. അമ്മയുടെ ഒരു കൺസെന്റ് ഇതിനകത്തുണ്ട് എന്നാണ്. ഇതിനകത്ത് നടന്ന കാര്യം എൻ്റെ അറിവിലുള്ള കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതിന്റെ പേരിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ ഫാമിലി ഇതിനകത്ത് വലിച്ചഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യത്രേ ഉള്ളൂ. സംബന്ധിച്ചാൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അമ്മയോടൊപ്പം പോയതാണ് ഈ കുട്ടി ഈ മോഡലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ പാഷനേറ്റ് ആയിട്ട് Under-19 കാറ്റഗറിയിൽ പങ്കെടുത്തിട്ടുള്ള, ഈ പറഞ്ഞ റാമ്പ് വാക്ക് ചെയ്തിട്ടുള്ള, ട്രിവാൻഡ്രത്തൊക്കെ തന്നെയുള്ള മേജറായിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക റാമ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതും വളരെ മാന്യമായുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഷോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വരുന്ന സമയത്താണ് ഒന്നറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയായിട്ട് പോയ സമയത്ത് ഒരു റിസോർട്ടിലാണ് പോയത്. ഈ റിസോർട്ടിൽ ലോബിയിൽ ഈ അമ്മ ഇരുത്തിയാണ്. പെൺകുട്ടിയും കൊണ്ട് ഷൂട്ടിന് പോണത് റൂമിലാണ്. ആദ്യം പൂൾ സൈഡിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. പിന്നീട് രാത്രി റൂമിൽ കൊണ്ടുപോയി ആ റൂമിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ആ റൂമിൽ അവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള ഒരു മോഡൽസിൻ്റെയും ബന്ധുക്കളെയോ വീട്ടുകാരെ ആരും ആ ഷൂട്ടിൻ്റെ ഏരിയയിലോട്ട് കടത്തി വിട്ടിട്ടില്ല. ഷൂട്ടിൻ്റെ പ്രോട്ടോകോൾ ആയിരിക്കാം, ഞാൻ അതിനെ തെറ്റ് പറയുന്നില്ല. കാരണം അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആ അമ്മ അറിയുന്നില്ല മുകളിൽ നടന്ന മകൾക്കുണ്ടായ മോശം അനുഭവം എന്താണെന്നുള്ളത് അമ്മ അറിയുന്നില്ല. അതാണ് കാര്യം. അല്ല, അപ്പം അമ്മ ഇത് അറിയിച്ചിരുന്നില്ല, കുട്ടിയെ അറിയിച്ചിരുന്നു. കുട്ടി ഇങ്ങനെ ഒരു ഫോട്ടോസ് ഒക്കെ, അതായത് ഫോട്ടോ, അതായത് എന്ത് ഡ്രസ്സ് കുട്ടി ഇടണം എന്നുള്ളൊരു കുട്ടിയോട് 2-3 ടൈപ്പ് ഡ്രസ്സ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അത് എനിക്കെതിരെ വന്ന വീഡിയോസിൽ തന്നെ അവര് തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോസ് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കറിയാം ആ വീഡിയോ ഷൂട്ട് നടന്നതിന് ശേഷം ഇവർ ആ കുറ്റത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്ന സാധനങ്ങൾ. ആ ഓഡിയോസ് താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഈ കുട്ടിയെ നിർബന്ധിച്ച് ചേട്ടാ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് റീൽസ് ചിത്രീകരണത്തിനകത്ത് അർദ്ധനഗ്ന വേഷം ധരിപ്പിക്കുക എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസിന്റെ പ്രോപ്പറായ അന്വേഷണം പറയണം. ഞാനിവിടെ ഇതൊന്നും സമർത്ഥിക്കണില്ല. ഞാനിപ്പോഴും പറയാം, ഞാൻ സമർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ വീഡിയോയിൽ ഈ സിഗരറ്റും സിഗാറും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് 15 വയസ്സുള്ള ഒരു കുട്ടി അണ്ടർവെയറിന്റെ പരിസരത്തിലേക്ക് ഈ ഒരു സാധനമാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ഈ അകത്ത് നടന്ന ഈ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം വരട്ടെ. അത് നമ്മൾ സമർത്ഥിക്കുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആ പെൺകുട്ടിക്കുണ്ടായ മോശാനുഭവത്തിൽ പെൺകുട്ടി വളരെയധികം മെന്റലി ഓക്കെ അല്ല. അത് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള ഒരു സാമൂഹിക ഇടപെടൽ വേണം. അത് ഈ പെൺകുട്ടിയുടെ കാര്യത്തിലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇതുപോലെ എന്താ പറയുക മിസ്യൂസ് ചെയ്യപ്പെടുന്ന യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. ചേട്ടാ ഡ്രഗ് കേസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായിക്കോട്ടെ, 10ാം ക്ലാസ് +2 പഠിക്കുന്ന പിള്ളേരുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ തുടർന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ല. സോഷ്യൽ റെസ്ട്രിക്ഷൻ നമുക്ക് വളരെയധികം റൂൾ ഓഫ് ലോയ്ക്ക് അകത്ത് മാത്രമേ ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും റൂൾ ഓഫ് ലോയ്ക്ക് അകത്ത്. ചേട്ടാ നിസ്സാരം പറയാം, ഇപ്പം നമ്മൾ ഈ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന പിള്ളേരുണ്ട്, ചേട്ടാ എനിക്ക് വ്ളോഗ് ചെയ്യണം, അല്ലെ ചേട്ടാ എനിക്ക് ഇന്ന സാധനത്തിൽ ഇതാവണം. എല്ലാവർക്കും വേണ്ടത് റീച്ച്, ഹൈപ്പ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, പൈസ, ഇതൊക്കെയാണ്. ഇത് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയാനില്ല. പക്ഷേ ഒരു ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഏജ് കഴിഞ്ഞതിന് ശേഷം തെറ്റേത് ശരിയെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ പാരൻസിന്റെ പ്രോപ്പറായുള്ള ഗൈഡൻസിലൂടെ അവർ ഈ മേഖലയിലൂടെ കടന്നു വരുന്നത് നല്ലതാണ്. അല്ലാതെ അവരെ പലതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് പലതരത്തിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. ഞാൻ പറയാൻ മനസ്സിലായി. അപ്പം ഞാൻ ഈ ഒരു ഇഷ്യൂ കോൾ ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾക്കെതിരെയും ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അല്ല, നമുക്ക് എല്ലാം ഒഴിവാക്കാൻ പറ്റില്ല. മോഡലിംഗ് ഒരു കുറ്റകരമുള്ള സംഭവമല്ല, വ്ളോഗിങ്ങോ ഫോട്ടോഗ്രാഫിയോ ഒന്നും കുറ്റകരമല്ല. ഇതെല്ലാം എന്താ പറയാ, നമുക്ക് സ്കൂളുകളിൽ കിട്ടുന്ന എഡ്യൂക്കേഷനും മേലുള്ള എക്സ്ട്രാ എന്താ പറയാ സൊസൈറ്റിയിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ നല്ല സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ കാര്യം. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് നല്ല ഉദ്ദേശത്തിലാണ്. അത് മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഒരിക്കലും മോശമാവുന്നില്ല. ഇതേ സെയിം ഒരു ഇടപെടലാണ് നമുക്ക് ശരിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് തിരിച്ചറിവ് വേണ്ടത്. കാരണം നല്ല റീച്ച് ചെയ്തിട്ട് തരാം, ഫെയിമാണ്, നീ സെലിബ്രേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അലിൻ ജോസ് പെരേര അറിയാമോ? അറിയാം. 23 വയസ്സുള്ള പയ്യനാണ്. അവന് അങ്ങനെ അഭിനയിക്കുന്നതാണോ അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവൻ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഇൻ എ ഡിഫറെൻറ്റ് വേ. ആൾക്കാർ കോമാളിത്തരം എന്ന് പറയായിരിക്കും, പക്ഷെ ഞാനിപ്പോഴും പറയാം, ആളായാലും ആറട്ടനായാലും സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അവന് 23 വയസ്സേ ഉള്ളൂ. പക്ഷേ നൽകണം. അവനെ വിറ്റ് കാശാക്കുന്ന മീഡിയാസ് ഉണ്ട്. അവന്റെ ഒരു കോമാളിത്തരം ഇട്ട് അത് ക്ലിക്ക് ബൈറ്റ് ആക്കി അവനെ ആൾക്കാർ അതിനകത്ത് ഫേസ്ബുക്കിൽ തെറി വിളിക്കുന്നു, മറ്റു കാര്യങ്ങൾ. ചേട്ടാ ഫേസ്ബുക്കിനകത്ത് 10 ലക്ഷം വ്യൂവിന് $100 കിട്ടും. ചേട്ടാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പലതരത്തിലുള്ള മാധ്യമങ്ങളിലും ഇവരുടെയൊക്കെ വീഡിയോസ് വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഇതിന് ഷെയർ പോയില്ലെന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ യങ്ങർ ഏജിലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്സിൽ നിൽക്കാത്ത ആൾക്കാരെ കോമാളികളാക്കി വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലും കോമാളികൾ ആഘോഷിക്കപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്.
അതിന് ഒരു പരിധിവരെ ഇപ്പൊ മാറ്റം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല ഇപ്പോഴും വീണ്ടും തുടരുകയാണല്ലോ. ഇപ്പൊ മാറാട്ടണന്റെയും അതേപോലെ തന്നെ അലൻ ജോസ് പെരേരയുടെയും ഒക്കെയും വീഡിയോ. ചേട്ടാ, ഇന്ന് സൊസൈറ്റിയിൽ നല്ല നല്ല അച്ചീവ്മെന്റ്സ് നടത്തുന്ന എത്ര ആൾക്കാർ, എത്ര മീഡിയാസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മീഡിയസിന് എന്തെങ്കിലും ക്ലിക്സ് ഉണ്ടോ? അല്ല, ഇത് പ്രധാനപ്പെട്ട വിഷയം എന്താ പറയുക, അത് മീഡിയയുടെ മാത്രം പ്രശ്നം. അതെ, മാസ് ഫോളോ ചെയ്യുന്ന. അതെ, മാസ് ഫോളോ. ഇപ്പൊ നേരത്തെ ഒരു സൊസൈറ്റിയിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി മാസിനെ നിയന്ത്രിക്കും. അതായത് മുമ്പ് ഒരു നായകൻ ഉണ്ടാവും, നായകന്റെ പുറകെ ഒരു ജനസമൂഹം ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് അകന്നു കഴിഞ്ഞു. രാഷ്ട്രീയക്കാരായാലും മാധ്യമമായാലും നമ്മുടെ സൊസൈറ്റി മൊത്തം മാസിന് വേണം. മാസ് ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ആ മാസ് ഇങ്ങനെ ആകുമ്പോൾ ആ മാസിനനുസരിച്ച് മീഡിയ സത്യം. കാരണം വെച്ചാൽ ഇപ്പം ഒരു വലിയൊരു അച്ചീവ്മെന്റ് നടത്തിയ ഒരാളല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ക്ലിക്കുകൾ കിട്ടുന്നത് അവർക്കല്ല. ക്ലിക്കുകൾ അവർക്ക് കുറവായതിന്റെ പേരിൽ മാത്രമാണ് മീഡിയാസിന് പോലും ഇന്ന് കോമാളികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് വേറെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞല്ല, ഇതൊരു റിയാലിറ്റിയാണ്. കാരണം എൻ്റെ വിഷമം എന്താ പറയുക, കോമാളികൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതിലല്ല, ഡിസേർവിംഗ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസിനെയും കൂടെ കോൾ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വേണം. കാരണം എന്താ പറയുക, പല ആൾക്കാരും ചേട്ടാ ഈ എന്താ പറയുക പുറത്ത് പോയി നാഷണൽസിൽ ഗെയിംസിൽ സെലക്ഷൻ കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക കബഡി പോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്പോർട്സ് ഈവൻറ്റ്സ് ഇതിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, ഈ സ്പോർട്സ് രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവർക്കൊക്കെ റെക്കഗ്നീഷൻ ആവശ്യമാണ്, ഇവരെയൊക്കെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് വരണം. അപ്പോൾ അതിനെയും കൂടെ കൺസിഡർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കോമാളികളെ കളിയാക്കിയതല്ല, അങ്ങനെ തോന്നല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമാളിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒരു സ്കെയിലിൽ മെഷർ ചെയ്യപ്പെടട്ടെ. അല്ലെ, നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ ചില ആൾക്കാർക്ക് ചില അവരുടെ ചോയ്സ് ആണ്, അവരുടെ ബുദ്ധിയും ബുദ്ധി വികാസത്തിനനുസരിച്ച് അവരുടെ ചിന്തയ്ക്കും അനുസരിച്ച് എല്ലാവരും പരിഗണിക്കുക എന്നുള്ളതാണ്. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്ന് വനിതാ വിനീത തിയേറ്ററിൽ, അവള് ഒരു ആക്ട്രസ് ആയിരിക്കില്ല, ഒന്നും ആയിരിക്കത്തില്ല, ഇൻഫ്ലുവൻസർ ആയിട്ടൊന്നും അല്ല. ആ കുട്ടി സെമി എക്സ്പോസ്ഡ് ഡ്രസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ നേരെ ക്യാമറ കണ്ണുകൾ പോകുന്നുള്ളത് ഒരു സാഡ് റിയാലിറ്റിയാണ്. അതേസമയം ആ ഒരു പർട്ടിക്കുലർ സിനിമയുടെ പിന്നണി പ്രവർത്തനമായിട്ട് പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ചായ കൊടുക്കാൻ വേണ്ടി വന്ന പയ്യൻ അതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ചെടുത്തി ബ്രോ എന്തായിരുന്നു ഈ സിനിമയിലെ കാര്യങ്ങൾ എന്ന് ചോദിക്കാനായിട്ട് ഒരു മീഡിയ ഇല്ല. ഒരു ലൈറ്റ് ബോയ്ക്കോ അല്ലെങ്കിൽ ഒരു ക്യാമറ അസംബിൾ ചെയ്യുന്ന ഒരു ആളിനോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനോ ആ ഒരു പരിഗണന കിട്ടുന്നില്ല. അതാണ് കാര്യം. ക്രിയേറ്റീവ് രംഗത്ത് വളരെ ശക്തമായി ഇപ്പം ബി ആർ പ്രസാദ് സാറിനെ പോലുള്ള ആൾക്കാർ, പ്രസാദ് സാറൊക്കെ വളരെയധികം നല്ല, ഇപ്പം 1-ാം കിളി 2-ാം കിളി 3-ാം കിളി നാവിന്മേൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കവിത നിറച്ചു വെച്ചേക്കാണ്. അത്രമാത്രം മികച്ച ഗാനങ്ങൾ എഴുതിയ ബി ആർ പ്രസാദ് സാറിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വ്യൂ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞ് ശാന്തിയുള്ള ദിനേശിനെ പോലുള്ള ആൾക്കാർ, കുറ്റം മാത്രം പറയുന്ന ആൾക്കാർ നല്ല വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം അത്തരം ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസിന് ഒരുപാട്, അതുകൊണ്ടാണ് ഇത്തരം എക്സ്പോസ്ഡ് ആയ സാധനങ്ങളെ. ഞാനുള്ളത് പറയാമല്ലോ, തെറി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ സ്ട്രെസ് റിലീഫ് ഉണ്ടാവുന്ന ആൾക്കാരുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഒരാളുടെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരാൾ പച്ച ഇങ്ങനെ തగ్గടിച്ച് ഇങ്ങനെ ഇത് ചെയ്ത് പോകുന്നൊരു സാധനം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഇതാണ്, ഒരു ലൈക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് ഞാൻ ആ കാറ്റഗറി പെട്ട ഒരാളാണ്. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ. അതായത് ഇപ്പം ശാന്തിയുള്ള ദിനേശൻ, ഞാൻ അയാളെ ഒരിക്കലും അനുകൂലിക്കില്ല. അയാളെ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വിട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം അട്ടർ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഐ എം റിയലി സോറി. പക്ഷെ അത് എനിക്ക് പേഴ്സണലി, നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്നിരുന്നാലും താങ്കളുടെ ശൈലി, അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞു വന്ന സംഭവത്തിൽ കാണുമ്പോൾ കൊള്ളാം, കഥ നല്ല രീതിയിൽ പറയുന്നു. നിങ്ങൾ എന്ത് ഇതുവേണോ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ആ പറയുന്ന ശൈലിയിൽ ഒരു സാധനമുണ്ട്. ആ ശൈലിയെ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക വൈകല്യം എനിക്കുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. അല്ല, അത് മാനസിക വൈകല്യല്ലോ, ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. സോഷ്യൽ ആങ്കർ പറ്റുന്ന മറ്റൊരു രീതിയാണ്. അതെ അതെ, അത് തെറ്റൊന്നും. ഞാൻ എടുത്തു പറയുന്നുണ്ടെങ്കിൽ എന്താ പറയാ, പ്രിയപ്പെട്ട സുഹൃത്ത് സായി പോപ്പി, എനിക്ക് അദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീം ആണ് ഭയങ്കര ഇഷ്ടം. ഞാൻ അദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീം കാണുമ്പോൾ ലൈക്ക് ഒരു എന്താ പറയാ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം. ലൈക്ക് എനിക്ക് ആള് പറയുന്ന രീതി, അല്ലെങ്കിൽ ആളുടെ വേ ഓഫ് അഗ്രഷൻ ഇൻ ദാറ്റ് തിങ് എനിക്ക് ഇഷ്ടമാണ്. ഐഷോ സ്പീഡിന്റെ സെയിം ഇതേ ഫീലിംഗ് തോന്നിയിട്ടുള്ള ഒരു സ്ട്രീമാണ്. ഐഷോ സ്പീഡ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച എന്താ പറയുക സ്ട്രീമർ അവാർഡ് കിട്ടിയ ക്രിയേറ്ററാണ്. 23 വയസ്സുള്ള ഒരു പയ്യനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഗ്രഷൻ മോഡ് സാധനങ്ങൾ കണ്ട് അതിൽ എന്റർടൈൻമെന്റ് കണ്ടെത്തി എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഓക്കെ,
ശരിയല്ലായിരിക്കും, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലായിരിക്കും. അല്ല നല്ലതാ. ഈ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഒക്കെ പിന്നീട് സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ഉറപ്പായിട്ടുമാണ്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പൂർണ്ണമായ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്ന് നമുക്ക് അത് ഓരോ ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യം. പക്ഷെ ഈ വിഷയത്തിലേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ആ കുട്ടി ഇദ്ദേഹത്തിനോട് കാശ് ചോദിച്ചു എന്നാണ്. കാശ് ചോദിച്ചു, പിന്നെ അച്ഛൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ഒരു കാശ് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടി ഇതിനെ പ്രത്യേകിച്ച് എതിർപ്പില്ല എന്നാണ് അവർ വായിക്കുന്നത്. ചേട്ടാ, ഈ കാശ് ചോദിച്ച ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ കുട്ടി ചോദിക്കുന്ന 5000 രൂപയാണ്. 5000 രൂപ മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ചോദിച്ചത് ഈ മറ്റേ കോർഡിനേറ്റർ ആയിട്ടുള്ള, അതായത് ഈ കേസിൽ മുകേഷ് നായർ മാത്രമല്ല പ്രതി, അൻസിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും പ്രതിയാണ്. അൻസിയ എന്ന് പറഞ്ഞ കോർഡിനേറ്ററിനെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് കാശ് വേണം, 5000 രൂപ കാശ് അച്ഛനെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞത്. ഈ കോർഡിനേറ്റർ പറഞ്ഞു മുകേഷ് എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, പുള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ് ചേട്ടാ. ഹണി ട്രാപ്പ് ചെയ്യുന്ന ഒരാൾ എന്തായാലും 5000 രൂപ കാശ് ചോദിക്കും? ഇല്ല ഇല്ല. 5000 രൂപ കാശ് കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ഇത്രയും വലിയൊരു വള്ളിയിലോട്ട് പോയി ചെന്ന് ചാടും ചെയ്യണമെന്നുണ്ടോ? അത് മാത്രമല്ല, ആൾറെഡി ഹണി ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ പൈസ ആദ്യമേ ഇത് വാങ്ങിയിട്ട് ഇത് വെച്ചിട്ടായിരിക്കും പൈസ വയ്ക്കേണ്ടത്. പക്ഷെ വീഡിയോ എടുത്ത ആൾക്കാർ ഇവരല്ലേ. ഞാൻ എൻ്റെ ഇതിനകത്ത് നടന്ന റിയാലിറ്റി പറഞ്ഞുതരാം. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഞാൻ കോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത്, പെൺകുട്ടി ആരാണെന്ന് മീൻസ് പെൺകുട്ടിയെ അറിയാം, പെൺകുട്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതും, പെൺകുട്ടി തലേ ദിവസം ഈ പറയുന്ന ആളുടെ ഇരുന്ന് കാശ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം ചോദിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആസ് എ കൺസേൺഡ് സിറ്റിസൺ എന്നുള്ള രീതിയിൽ മുകേഷ് നായരിന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പോക്സോ കേസാണ് എന്ത് ചെയ്തത്, റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ചെയ്ത പരാതി വേണമെങ്കിൽ ഞാൻ DGPക്ക് അയച്ച പരാതി ഇങ്ങനെയാണ്: ഇങ്ങനൊരു വീഡിയോയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. പോക്സോ നിയമപ്രകാരം ഇത്ര വകുപ്പുകൾ പ്രകാരം ഈ കാര്യം കുറ്റകരമാണ്. ഈ കാര്യത്തിനകത്ത് നിങ്ങളുടെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെടുകയും ആ പരാതിയുടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ, ആ വീഡിയോ ചെയ്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പബ്ലിക്കലി കൊടുത്തുള്ള എൻ്റെ നമ്പറിൽ വരുന്ന കോളാണ് ഈ പെൺകുട്ടിയുടേത്. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ പുള്ളിയുടെ ഒരു 5000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് അയച്ച മെസ്സേജിൽ കണ്ണിറുക്കുന്ന ഒരു ഇമോജി ഉണ്ടായിരുന്നു പറയുന്നത്. കണ്ണിറുക്കുന്ന ഇമോജി പോലും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. അതായത് ഐ വിൽ കം ദെയർ സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കുന്ന ഒരു ഇമോജി ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ആ കണ്ണിറുക്കുന്ന ഇമോജി കൊണ്ട് അണ്ണൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത് അണ്ണൻ വെളിപ്പെടുത്തണം. കാരണം രോഗശൈലിയിൽ കിടക്കുന്ന അച്ഛന് വേണ്ടിയിട്ട് ഒരു കുട്ടി വാവിട്ട്, അതായത് ആ കുട്ടിയുടെ ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഗതികേട് കൊണ്ടാണ് ആ കുട്ടി തൻ്റെ അടുത്ത് കാശ് ചോദിച്ചത്. ആ കുട്ടിയുടെ അടുത്ത് താൻ ആ കണ്ണിറക്കുന്ന ഇമോജി കാണിച്ചുകൊണ്ട് എന്തർത്ഥത്തിലാണ് മെസ്സേജ് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല. മേ ബി കൈതെറ്റി വന്നതായിരിക്കാം. ആ കുട്ടിയെ കോർണർ ചെയ്യാൻ ശ്രമിക്കുകയല്ല. എനിക്ക് മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തിയോടും പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനോടും പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പെരുമാറ്റവും വളരെ നല്ല രീതിയിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങളോടൊക്കെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലീഗലാണ്, പൂർണ്ണാർത്ഥം. ഞാൻ എപ്പോഴും പറയാം, മുകേഷ് നായർ എന്നുള്ള വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ ഒരു സംഭവമാണ്. അയാൾ ചെയ്തൊരു തെറ്റ്, ഒരു മനുഷ്യനാണ്, അയാളിൽ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ അയാൾ ചെയ്ത ഈ ഒരു തെറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ സംഭവം, കാരണം വെച്ചാൽ ഞാൻ ഈ കാര്യം കോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കെതിരെ വേറെയും പല അലിഗേഷൻസ് ആയിട്ട് എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വക്കീലുമാർ ഇയാളുടെ പല പ്രീവിയസ് കേസുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇയാൾ ദുബായിലുള്ള ചില ആൾക്കാരെ കാശ് തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ ഈ നാട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓണറിന്റെ 3-3.5 കോടി രൂപ പറ്റിച്ച കേസും പറഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഇയാളെ അറ്റാക്ക് ചെയ്യാനായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് പ്രയോഗിക്കാം. കാരണം ഇതെല്ലാം ആവനാഴിയിൽ അസ്ത്രം എന്ന് പറയുന്ന കണക്ക് മൂർച്ചയേറിയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ, മടിക്കുന്നു എന്നുള്ളതല്ല, വേണ്ട, അത് വേറൊരാളുടെ കാര്യം, പ്രായം ചെന്ന് ബോധമുള്ള ഒരാളുടെ കാര്യം, അതുകൊണ്ട് അത് പോട്ടെ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും ഇപ്പോഴും നടക്കുന്ന കേസിനെക്കാളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് ഉണ്ട്.